ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 24/6/2025 ചൊവ്വാഴ്ച 25,071 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,180 എന്ന ലെവലിലായിരുന്നു. അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു 80 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പാണ് നൽകിയത്. എന്നാൽ ഇന്നത്തെ ഹൈ ആൻഡ് ലോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു 80ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചാൽ സ്വാഭാവികമായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പതിവാണ്. എന്നാൽ ഇന്ന് വളരെ വേഗത്തിൽ തന്നെ പ്രൈസ് റിവേഴ്സ് കയറി പുതിയ ഉയരം രേഖപ്പെടുത്തുകയാണ് ചെയ്തത് ഓപ്പൺ ചെയ്തതിനേക്കാളും. എന്നാൽ അവിടുന്ന് വീണ്ടും ഡിക്ലൈൻ കിട്ടി. പ്രൈസ് ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്പോഴ് മൂവ് ചെയ്യുന്നു. കോൾ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതായിരുന്നു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തി വരും. എന്നാൽ അതിന് മുകളിലോട്ട് കടന്നാൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ടാർഗറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ഡേയ്സ് ലോ നിലനിൽക്കുന്നു. അഥവാ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ മാറ്റി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായും എൻട്രീസ് ആയിരുന്നു. എന്നാൽ ഈ ലെവലിലെല്ലാം പ്രൈസ് നന്നായി കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചു ചെറിയ പോയിന്റുകൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എങ്കിൽ പോലും സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് വീണ്ടും അപ്പോഴ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു മൂവിംഗ് ലഭിച്ചപ്പോൾ പിന്നീട് കിട്ടിയ ഡിക്ലൈൻ ഒരു നീറ്റ് ബൈയിങ് ആണ് നൽകിയത്. സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് അപ്പോഴ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തപ്പോൾ പുതിയ ഉയരം രേഖപ്പെടുത്തി നമ്മുടെ രണ്ടാമത്തെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ചെക്ക് ചെയ്തു. അവിടെയും പിന്നീട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഏരിയയിൽ നിന്നെല്ലാം പക്ഷേ ട്രേഡബിൾ ആയിരുന്നു. പലരും ഇത്തരം ഈ ഏരിയകൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന രണ്ടാമത്തെ ടാർഗറ്റ് 25,269 എന്ന ലെവലാണ്. എന്നാൽ 25,266 എന്ന ലെവൽ വരെ മാത്രമേ ലഭിച്ചുള്ളൂ. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ അപ്പോൾ ട്രേഡ് ചെയ്യാൻ കഴിയുക. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഇത്രയും കുറഞ്ഞ മൂവ്മെന്റ് കൊണ്ട് പ്രൈസ് ഇന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നൽകിയ ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. 25,222 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 25,171 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് ടാർഗറ്റുകളായി 25,292, 337, 442 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് തീർച്ചയായും 25,292 എന്ന ലെവൽ തന്നെയാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന രീതിയിൽ എങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നതായിരിക്കാം നിഫ്റ്റിക്ക് ഉണ്ടാകാവുന്ന ടാസ്ക്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ പ്രൈസ് ബുള്ളിഷ് ആയി മാറിയേക്കാം. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 25,171 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തിരിക്കുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 56,594 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 516 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 56,788, 867, 57,039, 210 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണെങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 56,788 എന്ന ലെവൽ തന്നെയാണ്. ആ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും
ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസിംഗ് വീണ്ടും നൽകുന്നു എന്ന് വന്നാൽ തുടർന്ന് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 56,400 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസിംഗ് ആണ്. അത്തരമൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു ക്ലോസിംഗ് പിന്നെയും നൽകുന്നു എന്ന് പറഞ്ഞാൽ പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അതിൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയവ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി നിലകൊണ്ടേക്കും എന്നാണ് പ്രതീക്ഷ. 82,672 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 82,448 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്കുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ, മൈനർ റെസിസ്റ്റൻസ് ലെവലുകൾ, അതായത് ടാർഗറ്റ് ലെവലുകൾ ഇവിടെ രേഖപ്പെടുത്തിയവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതിൽ നിന്ന് തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 82,883 എന്ന ലെവൽ തന്നെയാണ്. ആ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്ന പക്ഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്നാൽ തുടർന്ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ 83,029 എന്ന കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് ഒരു ക്ലോസിംഗ് ലഭിക്കുക അല്പം സാഹസമായേക്കാം. എന്നാൽ അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ തീർച്ചയായും പ്രൈസ് അപ്പോഴും പോകും എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 52,411 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ട്രേഡിംഗ് ഹൗസിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ് എന്ന് ഓർമ്മിക്കുക. ഗുണകരമാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാനും ലെവലുകളും എന്നാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ വാട്സാപ്പ് നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വാട്സാപ്പ് വോയിസ് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. Thank you.